ഇന്നൊരു കല്യാണം ഉണ്ട്, പോകാൻ മൂടൊന്നുമില്ല. പക്ഷേ പെരയിൽ തന്നെ ഇരുന്നാൽ പെറഞ്ചോറ് തന്നെ കഴിച്ചേണ്ടി വരും. പോയാൽ നമുക്ക് വേറെ എന്ത് തിന്നാലോ. ആ ഒരൊറ്റ കാരണം കൊണ്ട് പോവാണ്. പിന്നെ ഞാനും ഉമ്മച്ചിയും നാത്തൂനും അമ്മായിയും അമ്മേൻ്റെ മക്കള് ഞങ്ങളെല്ലാവരും കൂടെ പോയി. അവിടെ പിന്നെ ആ ചെക്കൻ്റും പെണ്ണിൻ്റും ഒരു ഓഡിറ്റോറിയത്തിനായതുകൊണ്ട് ഭയങ്കര ബ്ലോക്കും ഒക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെയോ അതിൻ്റെ ഉള്ളിൽ നിന്നാണ് കഴിച്ചിലായി. പെരയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ കുറച്ച് സമയമായിക്കോളും. അതുകൊണ്ട് അതിനുള്ള തിരക്ക് അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഇറങ്ങിയപ്പോഴും അതിനനുസരിച്ചുള്ള ആൾക്കാർ അവിടെ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ അവിടെ ഉണ്ട് ഒരു റോബോട്ട്. അതിനുണ്ട് കുട്ടികളൊക്കെ കാട്ടണം. എന്തായാലേ പാവം. നേരൊക്കെ കുറേ ആയതില്ലേ, പിന്നെ അവിടെ നിന്ന് നോക്കിക്കാതെ വേഗം ചോറ് ചനങ്ങോട്ട് പോയി. അവിടെ തിരഞ്ഞിട്ടോ സീറ്റ് ഇട്ടണില്ല. ആകെ 1-2 ഒക്കെ ഒന്നും പറ്റില്ല. എനിക്ക് എല്ലാവർക്കും ഒപ്പിരിക്കണം. അങ്ങനെ സീറ്റൊക്കെ കിട്ടി ഇരുന്ന് വെയിസിലൊക്കെ തുടങ്ങി. പക്ഷേ കുറച്ച് നേരം വൈകിയോണ്ട് ചില സാധനങ്ങളൊന്നും സാരില്ല, ഉള്ള വെച്ചാണ്ട് തൃപ്തിപ്പെടും. ആദ്യം ഞങ്ങൾക്ക് ബ്രോസ്റ്റ് ഒന്നും കിട്ടിയിട്ടില്ല. ഇനി പിന്നെ ഓല് ബ്രോസ്റ്റ് കൊണ്ടുവന്നു. മറ്റൊരു ഫുഡ് കഴിച്ച് കഴിഞ്ഞാണ്ട് ഓൽക്കവിടെ എന്തോ കിട്ടിയത് അങ്കും കൊണ്ടു ഒക്കെ തിന്നു കഴിഞ്ഞാണ്ട് പിന്നെ കൈയ്യാക്കാൻ പോയി. കൈയ്യൊക്കെയപ്പോൾ അവിടെ ഒരു കാക്കാനെ കണ്ടു. അതിനെ അവിടെ കണ്ടു. പിന്നെ അമ്മാൻ്റെ ഓരോ ഫ്രണ്ട്സിനൊക്കെ കണ്ട് അവിടെ ഇവിടെയൊക്കെ തങ്ങൽ തുടങ്ങി. ഞങ്ങൾ പിന്നെ മേലൊക്കെ പോയി അവിടെയൊക്കെ ഒന്ന് കണ്ട്. അപ്പോൾ അവിടുന്ന് അടിക്കുള്ള വ്യൂ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ഇരിക്കാനൊന്നും നിന്നിട്ടില്ല. കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് കണ്ട് പിന്നെ അടിക്ക് തന്നെ പോന്നു. അപ്പോൾ അവിടെ സ്റ്റേജിന്മേൽ അവിടുത്തെ കസിൻസിൻ്റെ ഒക്കെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. കുറേ നേരം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കുറച്ച് നേരം നിന്ന് കണ്ട് പിന്നെ കാലടിഞ്ഞപ്പോൾ അവിടെ പോയി ഇരുന്ന്. പിന്നെ ഓൽത് കഴിഞ്ഞതിന് ശേഷം വേറൊരു ഡാൻസ് കൂടെ ഉണ്ടായിരുന്നു. അവിടെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങൾ പോയിട്ടില്ല, അതുകൊണ്ട് കിട്ടിയിട്ടില്ല. ഇവർ പോപ്കോണൊക്കെ എത്തി വരുന്നുണ്ടേനി. ഇമ്മച്ചിക്കാണെങ്കിൽ ചങ്ങാഴ്ചകൾ കണ്ടിട്ട് മതിയാവണില്ല. ഓലോട് ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കേനി. പിന്നെ പോവാന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ അവിടുന്ന് ഓല് പറഞ്ഞു ലേസർ ഷോ ഉണ്ട്, കഴിഞ്ഞിട്ട് പോവാം. കുറേ നേരം വെച്ച് അതിനുള്ള സെറ്റാക്കലൊക്കെയാണ്. അങ്ങനെ പിന്നെ ലാസ്റ്റ് റെഡിയായി. ഓൽക്ക് ആവശ്യമുള്ള ഫോട്ടോസൊക്കെ എടുത്തിക്കണേ. പിന്നെ അവിടെ പുറത്ത് ചായയും കൂടിയും ബാക്കിയുണ്ട് പറഞ്ഞു. പിന്നെ എന്തായാലും പോകാൻ നിൽക്കല്ലേ, പിന്നെ ചായയും കൂടിയും കുടിച്ചാണ്ട് പോവാൻ പറഞ്ഞായിരുന്നു. ഞങ്ങളാണെങ്കിൽ ഫോട്ടോസ് എടുത്തിട്ടില്ല. പിന്നെ പുറത്തുനിന്ന് എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി. ചായയും പിന്നെന്താ സമൂസൊക്കെ ഉണ്ട്. പിന്നെന്താ ഉള്ളത് എനിക്കറിയില്ല. ഭയങ്കര തിരക്കുണ്ട് അവിടെയും. ചായ ആവശ്യമുള്ളവരൊക്കെ ചായ വാങ്ങി കുടിച്ച് പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുത്താണ്ട് പിന്നെ പോന്ന്. പിന്നെ എനിക്കാണെങ്കിൽ സ്കൂൾ ഷൂ വാങ്ങാണ്ടായിരുന്നു. അപ്പം വരുന്ന വഴിക്കിലൊരു കടയിൽ കയറിയാണ്ട് അത് കൊടുത്ത്. അങ്ങനെ പിന്നെ പെരയിലെത്തി. അപ്പം കാക്കാക്ക് സിറ്റൗട്ടിൽ തന്നെ ഇരുന്നാണ്ട് കഥകളൊക്കെ പറഞ്ഞു കൊടുക്കണം. അപ്പം അത്രേ ഉള്ളൂ.